ഒളവണ്ണ ടോൾ പ്ലാസ പ്രതിഷേധത്തിൽ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം ഇന്ന് വൈകിട്ട്. ടോൾ പിരിവിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് കളക്ടർ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. ചർച്ചയിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക, പ്രദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി. സിനോജ്, ചർച്ചയിൽ സമവായമുണ്ടാകാൻ സാധ്യതയുണ്ടോ? ആതിര, അതായത് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ദേശീയപാത അതോറിറ്റി ഒരു നിലപാട് അറിയിച്ചാൽ മാത്രമേ ഇതിലൊരു സമവായം വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം ദേശീയപാത അതോറിറ്റിയാണ് ടോൾ പിരിക്കുന്നത്. അതിൻ്റെ അധികാരി ദേശീയപാത അതോറിറ്റിയാണ്. കോഴിക്കോട് ബൈപ്പാസിൽ നിർമ്മാണം പൂർത്തിയാകും മുൻപ് ടോൾ പിരിവ് ആരംഭിച്ചതാണ് ഈ പ്രതിഷേധത്തിന് കാരണമായത്. കഴിഞ്ഞ 2 ദിവസം വലിയ രീതിയിൽ കോൺഗ്രസ് ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ജില്ലാ കളക്ടർ ഉച്ചയ്ക്ക് ശേഷം 3:30 യോഗം വിളിച്ചിരിക്കുന്നത്. അതായത് വലിയ തുകയാണ് ടോൾ പിരിവായിട്ട് അവിടെ നിന്ന് ഈടാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു സൈഡിലേക്ക് ഒരു കാറിന് പോകണമെങ്കിൽ 130 രൂപയാണ് ഈടാക്കുന്നത്. 24 മണിക്കൂറിനകം തിരിച്ചു വന്നു കഴിഞ്ഞാൽ 60 രൂപ കൂടി നൽകണം. അങ്ങനെ 24 മണിക്കൂറിനകം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ 190 രൂപയാണ് ഒരു കാറിന് ചിലവഴിക്കേണ്ടി വരുന്നത്. അതുവഴി പോകുന്ന ബസ്സിന് ഒരു ദിവസം 600 രൂപയിലധികം ചിലവഴിക്കേണ്ടി വരുന്നു. അതാണ് ഈ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. പല സ്ഥലത്തും സർവീസ് റോഡുകൾ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. കോഴിക്കോട് ഈ ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള ആളുകൾക്ക് മന്ത്ലി പാസ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സൗജന്യമായ യാത്രാ സൗകര്യം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം ചെയ്യുന്നത്. BJP ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.